ഓം വിഘ്നേശ്വരായ നമഃ. ആസ്ട്രോ വിജയ് മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് തുലാം ലഗ്നത്തെക്കുറിച്ചാണ്. കാലപുരുഷൻ്റെ 7ാമത്തെ രാശിയാണ് തുലാം. ശുക്രനാണ് ഈ ലഗ്നത്തിൻ്റെ അധിപൻ. ഈ രാശിയിൽ പൊതുവെ കർമ്മകാരകനായ ശനി ഭഗവാൻ ഉച്ചനാകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ശുക്രൻ ലഗ്നാധിപനായതുകൊണ്ട് പൊതുവെ സൗന്ദര്യമുള്ള വസ്തുക്കളോട് താല്പര്യമുള്ള വ്യക്തികളും ആയിരിക്കും. കൂടാതെ ആഡംബര വസ്തുക്കളോട് പ്രിയമുള്ളവരും അതിനുവേണ്ടി കൂടുതൽ പണം ചെലവഴിക്കുന്ന വ്യക്തികളും ആയിരിക്കും. ഇവർ പൊതുവെ ത്യാഗമനോഭാവമുള്ളവരായിരിക്കും. ജനങ്ങൾക്ക് സേവ ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും തൊഴിൽ ആയിരിക്കും ഇവർ തിരഞ്ഞെടുക്കുന്നത്. ഇവർ ആരോടും പൊതുവെ ശത്രുത കൽപ്പിക്കാറില്ല. കലാപരമായിട്ടുള്ള രംഗങ്ങളിൽ ഇവർ വളരെയധികം ശോഭിക്കാറുണ്ട്. സിനിമ, മ്യൂസിക്, ഡാൻസ് എന്നീ രംഗങ്ങൾ ഇവർക്ക് വളരെ പ്രിയപ്പെട്ടവരായിരിക്കും. ഇവർ പൂർവജന്മത്തിൽ വളരെയധികം സ്വാർത്ഥതയോടുകൂടി ജീവിച്ച വ്യക്തികളായതിനാൽ ഈ ജന്മത്തിൽ ഇവർക്ക് കൂടുതൽ കടമകൾ നിറവേറ്റേണ്ടി വരുന്നതാണ്. പ്രത്യേകിച്ചും സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും ഒരുപാട് സ്വന്തം ജീവിതം ത്യാഗം ചെയ്യുന്ന വ്യക്തികളായിരിക്കുവാനാണ് കൂടുതലും സാധ്യത. ഇക്കൂട്ടർ കഴിയുന്നതും പ്രേമവിവാഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇക്കാര്യത്തിൽ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലഗ്നാധിപൻ തന്നെ അഷ്ടമാധിപനായി വരുന്നതിനാൽ ഇവർക്ക് ആയുസ് ഭാഗ്യം വളരെയധികം കൂടുതലായിരിക്കും. സഹോദരവർഗത്തോട് കുറച്ച് ശത്രുതയുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ലഗ്നത്തിൽ ജനിച്ച വ്യക്തികൾക്ക് പൊതുവെ ഈ ലഗ്നത്തിൽ ജനിച്ച വ്യക്തികൾ പിതാവിനോട് വളരെയധികം ഫ്രണ്ട്ലി ആയിരിക്കും. അതുപോലെ തന്നെ പിതാവും ഇവരെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാനാണ് സാധ്യത. തൊഴിൽപരമായി പറയുകയാണെങ്കിൽ ദൂരസ്ഥലത്ത് പോയി തൊഴിൽ ചെയ്യുവാനുള്ള സാധ്യതയാണ് ഇവർക്ക് കൂടുതലുള്ളത്. ജനങ്ങൾക്ക് സേവ ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും തൊഴിലായിരിക്കും ഇവർ തിരഞ്ഞെടുക്കുക. ഇവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൂടാതെ തന്നെ അഡ്വക്കേറ്റ്സ്, ഫിലിം ആക്ടേഴ്സ്, നൃത്താധ്യാപകർ, ആർട്ടിസ്റ്റ് എന്നീ മേഖലകളിലും ഈ ലഗ്നക്കാർ വളരെയധികം ഉയർന്ന നിലയിൽ എത്തിച്ചേരുന്നതാണ്. ഏത് തൊഴിൽ ചെയ്തുവാൽ തന്നെ ധനപരമായി വളരെ ഉയർച്ചയിലേക്ക് എത്തുന്നു. എങ്കിലും ഇവർ ധനം ചെലവഴിക്കുന്നതിൽ പിശുക്ക് കാണിക്കാതെ വളരെയധികം ധനം ചെലവഴിക്കുന്ന വ്യക്തികളായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. തുലാ ലഗ്നക്കാർക്ക് ഏതെല്ലാം ദശകളാണ് നല്ലത് ചെയ്യുക, ഏതെല്ലാം ദശകളാണ് കുറച്ച് ദോഷം ചെയ്യുക എന്ന് പരിശോധിക്കാം. ഇതാണ് തുലാ ലഗ്നം. തുലാ ലഗ്നത്തിന് ആദ്യമായി ഏറ്റവും ഗുണഭോക്താവായി വരുന്നത് 4 എന്ന കേന്ദ്രഭാവത്തിൻ്റെയും 5 എന്ന ത്രികോണഭാവത്തിൻ്റെയും ആധിപത്യമുള്ള ശനിദശയാണ്. ശനി ഇവർക്ക് രാജയോഗകാരകനാണ്. കൂടാതെ ഈ 4 എന്ന കേന്ദ്രത്തിൻ്റെയും 5 എന്ന ത്രികോണഭാവത്തിൻ്റെയും ആധിപത്യം കൂടാതെ ലഗ്നാധിപനായ ശുക്രനുമായും ഉത്തമ മിത്രവുമാണ്. അതുകൊണ്ട് ശനിദശയായിരിക്കും തുലാ ലഗ്നക്കാർക്ക് ഏറ്റവും ഗുണഭോക്താവായിട്ട് വരുന്നത്. അതിനടുത്തതായി വരുന്നത് ബുധദശയാണ്. ബുധന് കിട്ടിയിരിക്കുന്ന ആധിപത്യം 12 എന്ന ഭാവത്തിൻ്റെയും 9 എന്ന ത്രികോണഭാവത്തിൻ്റെയുമാണ്. 9 എന്ന ത്രികോണഭാവത്തിൻ്റെ ആധിപത്യമുള്ളത് കൊണ്ടും പിന്നെ 6 ലഗ്നാധിപനായ ശുക്രനുമായ ഉത്തമ മിത്രമായതുകൊണ്ടും 12 എന്ന ഭാവത്തിൻ്റെ ആധിപത്യത്തിൻ്റെ ദോഷം ബാധിക്കുന്നില്ല. അതുകൊണ്ട് ബുധദശ കൂടുതലും ഗുണഫലമാണ് തുലാ ലഗ്നക്കാർക്ക് ചെയ്യുന്നത്. അതിനടുത്ത് വരുന്നത് ശുക്രനാണ്. ശുക്രൻ ലഗ്നാധിപൻ തന്നെയാണ്. കൂടാതെ ശുക്രന് കിട്ടിയിരിക്കുന്ന വേറൊരു ആധിപത്യം 8 എന്നൊരു അനിഷ്ടഭാവത്തിൻ്റെ ആധിപത്യം ഉള്ളത് കൊണ്ടാണ് ശുക്രനെ 3ാമതായി കണക്കാക്കുന്നത്. പക്ഷേ ആ 8 എന്നുള്ള ആധിപത്യം ഉള്ളത് കൊണ്ട് പൊതുവെ തുലാ ലഗ്നക്കാർക്ക് വളരെ ദീർഘായുസുള്ളവരായിരിക്കും. അതൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. അതുകൊണ്ട് ശുക്രദശയും ഏകദേശം ഒരു 70 to 80% നല്ല ദശയായിരിക്കാനാണ് സാധ്യത. അതിനടുത്ത് വരുന്നത് രാഹുദശയാണ്. രാഹുദശയും ശുക്രൻ്റെ ഏകദേശം നല്ല ബന്ധത്തിലാണ് ശുക്രനുമായും. കൂടാതെ ശനിയെപ്പോലെ തന്നെ പ്രവർത്തിക്കുന്നതുകൊണ്ട് രാഹുദശയും തുലാ ലഗ്നക്കാർക്ക് പൊതുവെ നല്ലത് തന്നെയാണ് ചെയ്യാറുള്ളത്. 3 അർദ്ധസെറ്റ് ഗ്രഹങ്ങളാണ് ചൊവ്വ, ചന്ദ്രൻ, സൂര്യൻ എന്നിവ. ഇതിൽ ചൊവ്വയ്ക്ക് കിട്ടിയിരിക്കുന്ന ആധിപത്യം 2 എന്നൊരു മാരകസ്ഥാനത്തിൻ്റെയും 7 എന്ന 2 മാരകസ്ഥാനത്തിൻ്റെ ആധിപത്യം ചൊവ്വയ്ക്കുള്ളതുകൊണ്ട്
പൊതുവേ ഒരു 50% എന്ന് മാത്രമേ ഇതിനെ പറയാൻ പറ്റുകയുള്ളൂ. കൂടാതെ ശുക്രനുമായി അത്ര നല്ല ബന്ധത്തിലുമല്ല. എങ്കിലും കേന്ദ്രാധിപത്യം ഒരു പാവന് കിട്ടുന്നതുകൊണ്ട് കുറച്ച് ഗുണമുണ്ട്. എങ്കിലും രണ്ട് മാരകത്വം ഉള്ളതുകൊണ്ടും കുറച്ച് ചൊവ്വ ഒരു 50% മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ, ബലം കാണാൻ സാധ്യതയുള്ളൂ. എങ്കിലും ആ ചൊവ്വയ്ക്ക് ബുധൻ ശുക്രൻ ബുധൻ്റെ ശുക്രനോട് യോഗമോ അതേസമയം വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ കിട്ടുകയാണെങ്കിൽ കുറച്ച് നല്ലത് കാണിക്കാനുള്ള സാധ്യതയും ഉണ്ട്. എങ്കിലും ഏകദേശം ഒരു 50% ഗുണമേ ചൊവ്വയിൽ നിന്ന് പ്രതീക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനടുത്ത് ചന്ദ്രനും കിട്ടിയിരിക്കുന്ന ആധിപത്യം 10 എന്ന കേന്ദ്രഭാവത്തിൻ്റേതാണ്. ആ 10 എന്ന ശുഭന് കേന്ദ്രാധിപത്യ ദോഷം എന്നുള്ളത് കൊണ്ട് ചന്ദ്രന് കുറച്ച് ഗുണഫലം കുറയാനാണ് സാധ്യത. എങ്കിലും ചന്ദ്രന് ഇതേപോലെ തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ അല്ലെങ്കിൽ ശുക്രനും ബുധനുമായിട്ടുള്ളൊരു യോഗമോ അവരുടെ ദൃഷ്ടിയോ എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ ചന്ദ്രനും കുറച്ച് നല്ലത് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. സൂര്യന് ഏകദേശം അതേപോലെ തന്നെയാണ്. സൂര്യനെ കിട്ടിയിരിക്കുന്ന 11 എന്ന ഒരേ ഒരു ഭാവത്തിൻ്റേതാണ്. അതിൽ നല്ല ആധിപത്യമല്ല. എങ്കിലും സൂര്യന് ഇതേപോലെ ബുധശുക്ര ദൃഷ്ടിയോ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ കിട്ടുകയാണെങ്കിൽ ചില പ്രത്യേക സമയങ്ങളിൽ നല്ലത് കാണിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇനി നമുക്ക് ഗുരുദശയെക്കുറിച്ച് നോക്കാം. ഗുരുവിന് ലഭിച്ചിരിക്കുന്ന ആധിപത്യം 3 എന്ന അനിഷ്ടഭാവത്തിൻ്റെയും 6 എന്ന അനിഷ്ടഭാവത്തിൻ്റെയുമാണ്. രണ്ടും പൊതുവെ നല്ലൊരു ആധിപത്യമല്ല. കൂടാതെ ലഗ്നാധിപനായ ശുക്രനുമായും ശത്രുതയിലുമാണ്. അതുകൊണ്ട് ഗുരുദശ പൊതുവെ തുലാലഗ്നക്കാർക്ക് നന്നാകുവാൻ ചാൻസ് ഇല്ല. ഏകദേശം 40% താഴെ മാത്രമേ സാധ്യതയുള്ളൂ. എങ്കിലും ചില സമയത്ത് വക്രസ്ഥിതി എന്നൊരു സ്ഥിതി ഗുരുവിന് വരാറുണ്ട്. ആ സന്ദർഭങ്ങളിൽ തികച്ചും ഓപ്പോസിറ്റ് ആകാനും ഫലം വരാനുള്ള ചാൻസുമുണ്ട്. അതിനെ